സൂപ്പർ സൂപ്പർ. ദോശയുടെ കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ റോസ്. ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മളൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. നല്ല അടിപൊളി നല്ല ഫ്രഷ് തിലോപ്പി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് വറുത്തരപ്പം ഉണ്ടാക്കണം, പിന്നെ ഫിഷ് ഫ്രൈയും ചെയ്യണം, പിന്നെ നല്ല അടിപൊളി അവിയലും ഒരു തോരനും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വറുത്തരപ്പിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യാം. തേങ്ങ ചിരകി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, തേങ്ങ ഒക്കെ നമ്മൾ ചിരകി വെച്ചു. ഇനി നമുക്കിത് വറുത്തരയ്ക്കാം. ഓക്കെ, വേഗം വറുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടെ. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ട് ഞാൻ ഇഞ്ചി ചെറുതായിട്ട് കട്ടി വെച്ചിട്ടുണ്ട്. ഉള്ളി നമുക്കിവിടെ ചെറിയ ഉള്ളി കിട്ടത്തില്ല, അതുകൊണ്ട് ഒരു ചെറിയ സവാള എടുക്കും. പിന്നെ ഇഷ്ടംപോലെ കറിവേപ്പില. അപ്പോൾ നമുക്ക് ഈ കടുക് പൊട്ടി വന്നിട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിലേ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചേഞ്ച് ആയി വന്നു. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നോക്കിയിട്ട് ബാക്കി പരിപാടി ഇനി നമുക്ക് അവിയലുണ്ടാക്കാനുള്ള പരിപാടിക്ക് അവിയലുണ്ടാക്കാൻ അടുത്ത തേങ്ങ പൊട്ടിക്കാം. കുറച്ച് വെള്ളം ഇനി നമുക്ക് അവിയലിനുള്ള പരിപാടികൾ ചെയ്യാം. ചരണ്ടി വെച്ചതാണ് ഞാൻ. നമുക്ക് ജസ്റ്റ് സെഹർ അവിടെ വിളിക്കുന്നുണ്ട്. ഇന്ന് സെഹർ സ്കൂളിൽ പോയില്ല. ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആവുന്നതുകൊണ്ട് എല്ലാവർക്കും പനിയും ചുമയും ബുദ്ധിമുട്ടുകളും ഒക്കെ. വലിയവർക്കും അതെ, പിള്ളേർക്കും അതെ. മോൾക്കും ഇപ്പം ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിട്ടില്ല. മോൻ രാവിലെ സ്കൂളിൽ പോയി, ഇക്ക ഓഫീസിലും പോയി. നമുക്ക് വേഗം അവർ വരുന്നതിന് മുന്നേ റെഡിയാക്കാം കേട്ടോ. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കണ്ട. പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെച്ച് മുരിങ്ങയ്ക്ക കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, ഞാൻ തോരനും അവിയലിനും കൂടെ വേണ്ടിയിട്ടാണ് അരയ്ക്കുന്നത്. രണ്ടിനും കൂടെ ഒരുമിച്ച് അരയ്ക്കുക. വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം, പച്ചമുളക് കഴുകി ഇട്ട് കൊടുക്കുക. 3 പച്ചമുളക്. ഓക്കെ, നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അവിയലിലേക്ക് ഞാൻ അരപ്പരച്ച് നമുക്ക് അവിയലിട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന്
വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അവിയൽ വേവിച്ചെടുക്കാം. അവിയൽ വേണ്ടേ? ഈ ഒരു സംഭവം വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമുക്കിവിടെ കിട്ടുന്ന സൈസ് പയറാണ് കേട്ടോ. അതിൻ്റെ വലുത് ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. ഇത് പൊളിക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെ കുഞ്ഞ് പയർ കിട്ടും കണ്ടോ. നമുക്കിത് പൊളിച്ചിട്ട് വേണമെങ്കിലും തോരൻ ഉണ്ടാക്കാം. തോടോട് കൂടി തന്നെ നമുക്ക് അരിഞ്ഞ് തോരൻ വയ്ക്കാം. ചിലപ്പോൾ തോടിലാണ് ഗുണമെങ്കിലും, അതുകൊണ്ട് നമുക്ക് തോടോട് കൂടി തന്നെ അരിഞ്ഞ് നമുക്ക് തോരൻ വയ്ക്കാം. അപ്പം നമുക്ക് വേഗം തോരൻ വയ്ക്കാം. അരിഞ്ഞിട്ട് ഇനി തോരൻ വയ്ക്കാം. അതിൻ്റെ ഉള്ളി തൊളിച്ച് വെച്ചിട്ട്, പക്ഷേ ഉള്ളി അതിൻ്റെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് കടുകിടാം. കടുകിട്ടൊക്കെ പൊട്ട് വരുമ്പോൾ കടുകിടും പൊട്ട് വരുമ്പോൾ കറിവേപ്പിലേക്ക് വെക്കാം. കറിവേപ്പിലേക്ക് കൊടുക്കാം. കറിവേപ്പിലേക്ക് ഉള്ളി കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പയറിട്ട് കൊടുക്കാം. സാധാ കുക്കറിൽ നമുക്ക് വേണമെങ്കിൽ അവിയൽ വയ്ക്കാം. ചിലപ്പോൾ സമയമില്ലെങ്കിൽ കുക്കറിൽ വെക്കാം. അവിയൽ വെന്തോണ്ടിരിക്കുകയാണ് കണ്ടോ. നല്ലപോലെ വേണം. വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. മാച്ച് സെറ്റായി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വറക്കാം. നമ്മുടെ തേങ്ങ വറുത്തെടുത്തു. ഇനി തണുക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ബാക്കി നമുക്ക് അപ്പോഴത്തേക്ക് കറിയിലിടാനുള്ള ബാക്കി സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് മുരിങ്ങ വേണം, തക്കാളി വേണം, പച്ചമുളക് വേണം, പിന്നെ നമുക്ക് പുളി വെള്ളത്തിലിടണം. ഈ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ പയർ ഏകദേശം വെന്ത് നമുക്കിനി അരപ്പിട്ട് കൊടുക്കാം. വഴറ്റി എട്ടും നമുക്ക് കാണിച്ചു തരാം. വരൂ, എൻ്റെ കൂടെ ക്യാമറ വരൂ. പയറിൽ നമ്മൾ അരപ്പിട്ടു. ഇവിടെ ചോറ് വേവുന്നുണ്ട്. വളരെ സെറ്റായി. ഇവിടെ നമ്മുടെ അവിയൽ സെറ്റാവുന്നു. ഓക്കെ, ഹായ്, ഹലോ, സെഹവേലി വന്നിട്ടുണ്ട്. ബൈ.
കുടംപുളിയും വെള്ളത്തിലിട്ട് വെച്ചു. ഇനി നമുക്ക് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. തണുത്തിട്ടുണ്ട്, നമുക്കിത് അരച്ചെടുക്കാം. अंगारों का अंबर सा लगता है मेरे सामने, लंदोरे ना सामे. അവിയൽ റെഡിയായി, തോരൻ റെഡിയായി. ആരാണ് തക്കാളി എടുക്കുന്നത്? വെച്ചിരുന്ന തക്കാളിയാ. ഓക്കെ, മീൻ നോക്കെ കുറച്ചെടുത്ത് പൊരിക്കാം. ഈ രണ്ടുപേരും കൂടെ എന്റെ തക്കാളി തീർത്തു. ഞാൻ ഒരു തക്കാളി കൂടെ കട്ട് ചെയ്യാൻ പോകും. തക്കാളിക്ക് ഇവിടെ എത്ര രൂപയാണെന്ന് അറിയുമോ ഗൈസ്? 10 രൂപ കിട്ടും. സവാള എത്രക്കാ? തക്കാളി 10 രൂപ. തക്കാളി ഇടയ്ക്ക് വെച്ച് വില കൂടി 80 രൂപയായിരുന്നു. തക്കാളി കളിക്കുന്നുണ്ട്. ഇതെല്ലാം കറിയിലിടാനല്ല, കുറച്ച് ഫ്രൈക്ക് വേണ്ടിയില്ല. രണ്ടുപേരും കൂടെ തക്കാളി തീർത്തു. തക്കാളി വെട്ടിയിടും. അപ്പോൾ തിളച്ചു കറി നമുക്ക് മീൻ കിട്ടും. പച്ചമുളക്, തക്കാളി, പിന്നെ മുരിങ്ങയ്ക്ക. കറിയിലേക്ക് ഞാൻ കൊടുമ്പുളി ഇട്ടായിരുന്നു, ഉലുവാപ്പൊടി ഇട്ടായിരുന്നു, ഉപ്പ് ഇട്ടായിരുന്നു. പക്ഷെ അത് കാണിക്കാൻ മറന്നുപോയി. മമ്മ, എന്റെ മമ്മ, ഇതെന്റെ മമ്മ. മമ്മ, മമ്മ, കിട്ടിപ്പേ മമ്മ, കിട്ടിപ്പേ മമ്മ. ആരെ ചാരിയൊക്കെ കൊടുത്തിട്ട് ഒരു ഉമ്മമ്മ വന്നതുണ്ട്. ഇവിടെ ഒരു ഉമ്മമ്മ വന്ന ഒരു ചാരിയൊക്കെ ഉമ്മമ്മ. അമ്മമ്മല്ല, പാപ്പാണോ വന്നത്? പൂമണി തങ്കമേ മനസ്സിൽ നിറയും പാടും അലകൾ നിറയും കണ്ണനായി. പിന്നെ ഏത് പാടാ സേ? ഓലത്തുമ്പത്തിരുന്നുയലാടും വെള്ളം കോരി കോടിപ്പിച്ച കിണ്ണരിച്ചോമരി എന്റെ മാറിപ്പാണെങ്കിപ്പോ ചൊല്ലി മാറി കണ്ടോ കണ്ണീറരുതേ പിള്ളദോഷം തടയാൻ. പിച്ചെ സാറിന് കാണാൻ പറ്റത്തില്ല. ആ ഓക്കെ, ബൈ. ഫ്ലൈങ് ഇസോട്. ഇനി
ഒരേ ഒരു പരിപാടിയേ ഉള്ളൂ. ഒരു പരിപാടിയല്ല, സോറി, 2 പരിപാടി. കടുക് പൊട്ടിക്കണം മീൻകറിക്കും അവിയലിനും, പിന്നെ എന്തായിരുന്നു, മീൻ പൊരിക്കണം. സംഗതി കലാസ്. നമ്മുടെ മീനും പൊരിക്കാനിട്ടു. മീൻകറി റെഡിയായി, അവിയൽ റെഡിയായി, തോരൻ റെഡിയായി. കടുകൊക്കെ പൊട്ടിച്ചൊഴിച്ചു. ഇനി ഫിഷ് കൂടെ ഫ്രൈ ചെയ്താൽ മതി. ചോറിന് ഊറ്റി വെച്ചു. അപ്പോൾ ബാക്കി പരിപാടിയൊക്കെ തീർന്നു. അപ്പോൾ നമ്മുടെ ലഞ്ച് ഏകദേശം സെറ്റായി. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമ്മളെ കുഞ്ഞിപ്പെണ്ണ് വന്ന് എന്ത് വഴി ചിക്കൻ ഗൈസ് ഇവിടെ വാ. സാരി വരെ പോയേ ഗൈസ്. വേണ്ട, നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചതാണ്. ഇതിപ്പോ ഒരാഴ്ച ഒന്നും തീരും. നല്ല ഉണങ്ങിയ സ്പൂൺ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നെല്ലിക്ക ഉപ്പിലിട്ട്. Fish fry. മതിയോ? ഇക്ക ടേസ്റ്റ് ചെയ്ത് നോക്കേ ഫിഷ് ഫ്രൈ. ചൂടാണ്. ചൂടുണ്ടോ? സൂപ്പർ സൂപ്പർ. നല്ല ടേസ്റ്റ് കേട്ടോ. കൊള്ളാല്ലേ? അതിൻ്റെ കൂടെ ആ കറിവേപ്പിലയും കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ട്. ആ ഇവിടെ ഇരുത്താം. നല്ലൊരു സെക്കൻഡ് മാറ്റട്ടെ. ഇരുത്തിക്കേ. ഇക്കാക്ക് ഫിഷ് ഫ്രൈ എത്ര കഴിച്ചിട്ടും മതിയാവുന്നില്ല ഗൈസ്. പൊളി 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 പറയാ. പൊളി ഫിഷ് കറി, വറുത്തരച്ച ഫിഷ് കറി ഇതാ ഇവിടെ റെഡിയായി. തൊട്ടടുത്ത് നമ്മുടെ അവിയൽ ഇതാ സെറ്റായി. ഇത് രണ്ടും കടുക് പൊട്ടിച്ചു. നമ്മുടെ തോരനും സെറ്റായി. നമ്മുടെ ഫിഷ് ഫ്രൈയും കൊണ്ടിക്ക പോയിട്ടുണ്ട്. എന്താ പറയണം? ഗൈസ്, ഞാൻ അതിനകത്ത് ഉപ്പും ഉലുവപ്പൊടി ഇട്ടായിരുന്നു, പറയാൻ മറന്നുപോയി.
എന്തിനാ അത് പറയാൻ മറന്നു പോയത് എന്താ ഗൈസ്? ചോരി ഗൈസ്. ബസ് हाँ खा लो. മീൻകറിയും അവിയലും തോരനും ഒക്കെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഉച്ചയൂണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye bye. Bye from Rose.